ഹായ്, ഗുഡ് ഈവനിങ്. മിസസ് ഡോട്ട് കേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക്. ഞങ്ങൾ ഡൽഹി യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ അവസാനിക്കുമെന്ന് എനിക്ക് തന്നെ പിടിയില്ല. ആ ചേട്ടൻ എവിടെ കൊണ്ടുപോകുന്നു അവിടെ പോവുക, അത്ര തന്നെ. ഇതിപ്പോൾ ഞങ്ങൾ പോകുന്നത് ചേട്ടൻ പറഞ്ഞത് പ്രകാരം ലോട്ടസ് ടെമ്പിളിലോട്ടാണ് പോകുന്നത്. വഴിയരികിലെല്ലാം കടകളാണ്, ചിന്തിക്കടകളും ഫുഡ് കോർട്ടും എല്ലാം ഉണ്ട് ഇവിടെ. പക്ഷേ വെയിലില്ലായിരുന്നെങ്കിൽ ഇറങ്ങി സാധനങ്ങളൊക്കെ നോക്കി ചെറുതായിട്ട് നടക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ വെയിലും ചൂടും കാരണം നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഡൽഹിയിൽ താമസിക്കുന്നവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമിക്കണം. ഈ ഭയങ്കര ചൂടാണെങ്കിൽ ചൂട്, തണുപ്പാണെങ്കിൽ തണുപ്പ്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ 49, 48 ഉണ്ടായിരുന്നു. ഇപ്പം 52 ആണെന്നാണ് പറയുന്നത്. 2 ദിവസം ഡിലേ ആയി ഞങ്ങൾ വീഡിയോ ഇടാൻ. ഇവിടെ എല്ലാം ഈ റിക്ഷയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഈ സൈക്കിൾ റിക്ഷ. അതിൻ്റെ വീഡിയോ പുറകെ വരും. ഞങ്ങൾ റിക്ഷയിൽ പോകുന്നത്. ഇതെൻ്റെ ചിന്തിക്കട. ഞങ്ങളൊരു ക്യാപ്പ് വാങ്ങിക്കാൻ കയറിയതാണ്, പക്ഷേ വാങ്ങിച്ചില്ല. ഭയങ്കര റേറ്റും, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. വളകളും മാലകളും കമ്മലുകളും ഒക്കെ ഉണ്ട്. ചൂട് കാരണം ഒന്നും നോക്കാനോ ഒന്നും എടുക്കാനോ ഒരു മൂഡില്ലാതായിപ്പോയി. പക്ഷേ വാങ്ങിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ക്യാപ്പ് വാങ്ങിക്കാനായിട്ടുള്ള അടിയായിരുന്നു. ക്യാപ്പ് അവർ തന്നോ അതുമില്ല. നമ്മൾ ചോദിച്ച വിലയ്ക്ക് അവർ തരുമോ? അങ്ങനെ ഞങ്ങൾ ലോട്ടസ് ടെമ്പിളിൻ്റെ എൻട്രൻസിൽ വന്നു. ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് കടന്ന് അതിലേക്കൂടെ വേണം പോകാൻ. ഇവിടുന്ന് എൻട്രൻസിൻ്റെ അവിടുന്ന്, ഗേറ്റിൻ്റെ അവിടുന്ന് കുറച്ചുണ്ട് നടക്കാൻ അകത്തോട്ട്. അത്രയും നടന്നാണ് അവിടെ പോകേണ്ടത്. ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സുഖമാണ് ഇവിടെ. പക്ഷേ ആ ചൂട് സമയത്ത് ഈവനിങ്ങും പറ്റത്തില്ല. അതായത് ഈവനിങ്ങും ചൂടാണ്. അതാണ് ലോട്ടസ് ടെമ്പിൾ ഇപ്പം കണ്ടത്. ഇവിടെ നല്ല ഗ്രീനറിയാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇതാണ്ട് ലോട്ടസ് ടെമ്പിൾ. നമ്മളിവിടെ നിന്ന് കയറി ഇങ്ങനെ റൗണ്ട് ചുറ്റി പോകണം. ചെരുപ്പൊക്കെ അവിടെ ഊരിയിട്ടിട്ട് വേണം പോകാനകത്ത്. പക്ഷേ ഞങ്ങൾ അവിടെ വരെ പോയുള്ളൂ. അകത്തോട്ട് കയറാൻ പറ്റിയില്ല. അവിടെ ഭയങ്കര പബ്ലിക്കായിരുന്നു. അപ്പോൾ പിന്നെ അത്രയും നേരം കൂടെ ഞങ്ങൾക്ക് നിന്ന് കഴിഞ്ഞാൽ പിന്നെ പ്ലാനെല്ലാം തെറ്റിപ്പോവും. അതുകൊണ്ട് ഞങ്ങൾ റിട്ടേൺ പോന്നു. അവിടെ വരെ പോയി. ഇതാണ് ലോട്ടസ് ടെമ്പിൾ. സൈഡിലൊരു സ്വിമ്മിങ് പൂള് പോലൊരു എന്താണെന്ന് അതിന് പറയുന്നത്. അവിടെ എല്ലാം ആൾക്കാരാണ്. കണ്ടു നോക്കി കണ്ട ഏരിയല്ലോ. എന്നാൽ ഇവിടെ വന്നിട്ടൊരു ഫോട്ടോ എടുക്കാൻ പോകാൻ പറ്റത്തില്ലല്ലോ, അതിനാണ് ഒരു ഫോട്ടോ എടുത്തത്. അങ്ങനെ ഞങ്ങൾ അവിടെ വരെ എത്തി തിരിച്ച് പോന്നു. ഇനി അടുത്തത് എങ്ങോട്ടാണെന്ന് അറിഞ്ഞുകൂടാ. അടുത്തത് ഞങ്ങൾ ഇനി ഇവിടാണ്, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ്. ഇങ്ങനെ പോയിക്ക് നട്ടുച്ചയാണ്. 2 മണി എങ്ങാണ്ട്, ഏകദേശം 2 മണി എങ്ങാണ്ടായെന്ന് തോന്നുന്നു. ഇതാണ് എൻട്രൻസ്. ഇതിനകത്ത് കയറുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
ഇതാണ് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ അന്ന് വെടിയേറ്റപ്പം ധരിച്ചിരുന്ന സാരി, ബാഗ്, ചെരുപ്പ്. എന്താണ് ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ മനസ്സിനൊരു ഇതെല്ലാം കൈപ്പടയിൽ എഴുതിയ കാര്യങ്ങളും ഫോട്ടോസും, ഫാമിലി ഫോട്ടോസും, പാത്രങ്ങൾ, ഷാള്, സാരി, ഇതെല്ലാം സാരീസാണ്. എനിക്ക് അവിടെ നിന്ന് വോയിസ് തരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഈ പബ്ലിക്കും കാരണം നമുക്ക് ഡിസ്റ്റർബൻസ് അല്ലേ എന്ന് വിചാരിച്ചാണ് ചെയ്യാഞ്ഞത്. ഇത് പുള്ളിക്കാരി അവിടെ ജയിലിലുണ്ടായിരുന്നപ്പോൾ എഴുതിയ കാര്യങ്ങളാണ്. ഇതെല്ലാം ഫാമിലി ഫോട്ടോസ്. ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്സ്. ഇതെല്ലാം എന്തോ മെഡൽ ഒക്കെയാണ്. പക്ഷെ ഇത് കാണേണ്ടതാണ്. അതിനകത്തോട്ട് കയറി കഴിയുമ്പോൾ നമ്മൾ കുട്ടികളെ ആണെങ്കിലും കൊണ്ട് കാണിക്കുന്നത് നല്ലതാണ്. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഇത്രയും വർഷമായിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴാണൊന്ന് പോകാൻ പറ്റിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോയത്. ഇത് ജ്വല്ലറി ആണെന്ന് തോന്നുന്നു. ഇതെല്ലാം ഇത് എന്തോ അവാർഡ് കിട്ടിയതും അവിടെ ഇതാണ് ഡ്രസ്സിങ് റൂമാണ്. നമുക്ക് എന്ത് രസം, സിമ്പിളായിട്ട്. സ്റ്റഡി റൂം, അതായത് ലൈബ്രറി, ബുക്സ്, കാര്യങ്ങൾ, റാക്കിലെ ബുക്സ്, എന്തേരം ബുക്സാന്ന് നോക്കി അടുക്കി വച്ചിരിക്കുന്നത്. ആ ബുക്സ് എല്ലാം വായിക്കുമായിരുന്നതാണ്. TV, രാജീവ് ഗാന്ധി സെക്ഷനാണ് ഇനി അടുത്തത്. ഇവിടെയാണെങ്കിൽ മൊത്തം രാജീവ് ഗാന്ധിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. കൊച്ചിലത്തെ ഫോട്ടോ, ഇച്ചിരി വലുതായിട്ടുള്ളത്. പൈലറ്റ് ആയിട്ടുള്ള ഫോട്ടോ ആണത്. ഇതാണ് ചെരുപ്പാണ്. രാജീവ് ഗാന്ധിയുടെ ഡ്രസ്സ്, കമ്പ്യൂട്ടർ, ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ വച്ചിരിക്കുന്നത്. ഇതൊക്കെ ഓരോ കൺട്രി പോയി കഴിയുമ്പോൾ കൊണ്ടുവരുന്ന സ്റ്റോൺസാണിത്. ഓരോ കൺട്രിയിലെ സ്റ്റോൺസാണ് അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഓരോ രാജ്യക്കാർ കൊടുത്ത ഗിഫ്റ്റുകളും കാര്യങ്ങളും. പിന്നെ ഇത് അന്ന് ഉപയോഗിച്ചിരുന്ന എന്ത് കത്തി കരിഞ്ഞു പോയി നോക്കി. അതിൻ്റെ ഒരു 10% പോലും ഇല്ല. ഇത് സ്റ്റഡി റൂം, അത് ലൈബ്രറി രാജീവ് ഗാന്ധിയുടെ.
ഇപ്പോഴും എന്ത് ഭംഗിയായിട്ടാണ് അവിടെ എല്ലാം സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയൊക്കെ ആയിട്ട് നല്ല ബുക്സ് എന്തേലും ബുക്സാന്ന് നോക്കി റൂം കാര്യങ്ങൾ പബ്ലിക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, വന്നും പോയി ഇരിക്കുകയാണ്. ഇത് ലിവിങ് റൂം. എത്ര ആൾക്കാർ വന്നാലും ഇരിക്കാനും ഒക്കെ ഉള്ള സൗകര്യവും കാര്യങ്ങളും. ഡൈനിങ് ഹാൾ. അതാണ് സാരി. ഇങ്ങനെ ഞങ്ങൾ വെളിയിൽ വന്നിട്ട് വെളിയിൽ ഇങ്ങനെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ഇത്ര പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് നോക്കി, നടക്കാൻ പോലും വൈകി, അവർ പോലും വന്ന് കാണാൻ. ആ ചിരിക്ക് കൊടുക്കണം പൈസ. ഇവിടെയാണ് ഇന്ദിരാഗാന്ധി അന്ന് വെടിയേറ്റത്. ഇവിടെ ഇതിൻ്റെ മുന്നിലായിട്ട് വരും. അതുകൊണ്ട് ഇവിടെ ആയിട്ടാണ് വെടിയേറ്റത്. എന്ത് ഭംഗിയാന്ന് നോക്കി ഇവിടെ എല്ലാം കാണാൻ. നീറ്റ് ആൻഡ് ക്ലീൻ. അർജുൻ ബാഗും പിടിച്ച് ഇതെന്തോ ആണെന്ന് ഒരു പിടി കിട്ടുന്നില്ല. പക്ഷെ എനിക്കെന്ത് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഡൽഹിയിലെ ഈ വീഡിയോ തീരാൻ സമയമായി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നമസ്കാരം. വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.